കമ്മീഷന് മറുപടിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയക്കുന്നില്ലെന്നും ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് തങ്ങളുടെ പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള മറുപടിയാണ് ഇത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയക്കുന്നില്ല, ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് തങ്ങളുടെ പോരാട്ടമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വിവരങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. അതിൽ കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് മറുപടിയും നൽകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് രാഹുൽ വലിയ രീതിയിലുള്ള ആരോപണമാണ് കഴിഞ്ഞ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി ഇന്നലെ രംഗത്ത് വന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ട് അധികാർ യാത്ര ഈ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഞായറാഴ്ചയായിരുന്നിട്ടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്നലെ വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന ആരോപണത്തിലൂടെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ ശ്രമിക്കുകയാണ്. ഒട്ടും കഴമ്പില്ലാത്ത ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു മറുപടിയുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടായത്. അതിന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയായിട്ടാണ് ഔറംഗാബാദിൽ ഇന്നലെ ഈ വോട്ട് ചോരി യാത്രയുടെ ആദ്യ ദിവസം അവസാനിക്കുന്ന ഔറംഗാബാദിൽ രാഹുൽ ഗാന്ധി വലിയൊരു പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും താനും തേജസ്വി യാദവും ബീഹാറോ ഭയക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമായി എത്തുന്നത്. ഒപ്പം തന്നെ വോട്ടിനു വേണ്ടിയും ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് തങ്ങളുടെ പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ഒപ്പം തന്നെ ജനങ്ങളോട് സംസാരിക്കുന്നവരുടെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളോട് സംസാരിക്കുന്നതിനിടെ തങ്ങളുടെ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം, തങ്ങളെ വോട്ടർ ലിസ്റ്റിൻ്റെ പേരിൽ നിന്നും തങ്ങളെ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം ജനങ്ങൾ താനുമായി പങ്കുവച്ചു എന്നും രാഹുൽ ഗാന്ധി ആ ഒരു സമ്മേളനത്തിനിടെ ഒരു പ്രസംഗത്തിനിടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ബീഹാറിൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJP സർക്കാരിനെയും ഉൾപ്പെടെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കുള്ള പ്രസംഗമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഔറംഗാബാദിൽ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ വോട്ടുകൾ മോഷ്ടിക്കാൻ മോദിയും അമിത്ഷായും ചേർന്ന് CCTV നിയമത്തിൽ മാറ്റം വരുത്തി എന്നാണ് ഈ രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്. അതായത് ഈ CCTV വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വോട്ട് ചോരി ആരോപണത്തിൻ്റെ വാർത്താ സമ്മേളനം ആ ഒരു സമയത്ത് തന്നെ CCTV ദൃശ്യങ്ങൾ കാണിക്കുവാനും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങൾ തരാൻ സാധിക്കില്ല, അത് വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കും, അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയത്. ആ ഒരു വിഷയത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് വോട്ട് മോഷ്ടിക്കാൻ വേണ്ടി CCTV നിയമത്തിൽ മോദിയും അമിത്ഷായും ചേർന്ന് മാറ്റം വരുത്തിയെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് രാഹുൽ ഗാന്ധി വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ വോട്ട് മോഷ്ടിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ചർച്ച വിഷയം മാറുന്നൊരു സാഹചര്യം. കഴിഞ്ഞ 9-ാം തീയതിയാണ്, 10 ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വോട്ട് ചോരി ആരോപണവുമായി വാർത്താ സമ്മേളനം നടത്തുന്നത്. അത് രാജ്യത്ത് വലിയ രീതിയിലുള്ള ചർച്ചയുണ്ടാക്കി. ഒപ്പം തന്നെ അത് നരേന്ദ്രമോദിയെയും അമിത്ഷായും BJP സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു വലിയൊരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങിയത്. അതിനെ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ അതിന് മറുപടി നൽകുകയും ചെയ്തു. ആ മറുപടി ഇപ്രകാരമായിരുന്നു: അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു കഴമ്പില്ലാത്ത ആരോപണ വോട്ട് ചോരി എന്ന് പറയുന്നത് അനുചിതമായൊരു പദപ്രയോഗമാണ് എന്നൊക്കെ രീതിയിലുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും കമ്മീഷനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം എന്നത് കമ്മീഷനെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ നീക്കം എന്നുള്ളതാണ്. പ്രതിപക്ഷം അതിനുവേണ്ടി നോട്ടീസ് നൽകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കമ്മീഷനിൽ വിശ്വാസമില്ലാതായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ലാതായി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട്
തന്നെയാണ് പ്രതിപക്ഷത്തിനെ അയോഗ്യരാക്കാൻ ഇംപീച്ച്മെന്റ് ചെയ്യാൻ നീക്കം എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു പ്രതിപക്ഷം അതിനുവേണ്ടി നോട്ടീസ് നൽകും എന്നുള്ള രീതിയിലേക്ക് ഒരു വാർത്ത ഇപ്പോൾ പുറത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയാണ്. അത് ഏറ്റവും ബിഗ് ബ്രേക്കിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കമ്മീഷനെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ നീക്കം എന്നുള്ളൊരു ഏറ്റവും പുതിയപ്പെട്ട വാർത്ത. കാരണം ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ രീതിയിൽ ഒരു മറുപടി നൽകിയില്ലെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി എന്നാണ് പൊതുവെയുള്ളൊരു വിമർശനം എന്ന് പറയുന്നത്. അതായത് ഈ പ്രതിപക്ഷത്ത് നിന്നുള്ള വിമർശനം ഉൾപ്പെടെ അത്തരത്തിലുള്ളത് തന്നെയായിരുന്നു. ഫാക്റ്റ് കൃത്യമായ വിവരം നൽകാതെ വെറും രാഷ്ട്രീയ പ്രസംഗം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മറുപടിയാണ് നൽകിയതെന്നാണ് പ്രതിപക്ഷത്ത് നിന്നും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായ നിരീക്ഷകരിൽ നിന്നുമൊക്കെയുള്ളൊരു വിമർശനം അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലെ അവർ നോക്കി കാണുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കൃത്യമായ മറുപടി നൽകാതെ ഈ വെറും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഓരോ ആരോപണങ്ങൾക്കും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞ കാര്യമാണ് ബംഗളൂരുവിലെ മഹാദേവപുരയിൽ നടന്ന ഒരു വീട്ടിൽ മാത്രം 80 വോട്ടുകൾ ചേർത്തു. അത്തരത്തിലുള്ള വലിയൊരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുമ്പോഴും അതിലൊന്നും ഒരു കഴമ്പില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഒപ്പം തന്നെ തോക്ക് ചൂണ്ടി വിരട്ടാൻ നോക്കണ്ട എന്നൊക്കെ രീതിയിലുള്ള ഒരു രാഷ്ട്രീയപരമായുള്ളൊരു മറുപടിയാണ് നൽകുക എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്നുള്ളവരൊക്കെ ഈ ഒരു മറുപടിയെ നോക്കി കണ്ടത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച്മെന്റ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ളൊരു ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു മുന്നൊരുക്കം തന്നെ നടത്തുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര പുരോഗമിക്കുമ്പോൾ തന്നെ അതിന് വേണ്ടി, അതായത് ഈ ഒരു വോട്ട് ചോരി അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാ നടപടിക്രമങ്ങളും ചെയ്യുന്നു, അതിന് മറുഭാഗത്ത് ചെയ്യുന്നു എന്ന് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇംപീച്ച്മെന്റിന് നീക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം. കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കമ്മീഷനെ ഇംപീച്ച് ചെയ്യും, പ്രതിപക്ഷം നോട്ടീസ് നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയക്കുന്നില്ലെന്നും ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് തങ്ങളുടെ പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം ഇംപീച്ച്മെന്റിന് നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എതിരെ ഇംപീച്ച്മെന്റിന് നോട്ടീസ് നൽകും.